CPI-യിൽ പിന്തുടർച്ചാവകാശമില്ലെന്ന് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ. കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറിയാക്കാനുള്ള തീരുമാനത്തോടാണ് പ്രതികരണം. കാനം രാജേന്ദ്രന്റെ കത്ത് കണ്ടിട്ടില്ല. ഭരണഘടനാ അനുസൃതമായാണ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്. താൽക്കാലിക സെക്രട്ടറിയുടെ അടിയന്തര ആവശ്യമുള്ളതായി തോന്നുന്നില്ലെന്നും കെ ഇസ്മയിൽ പറഞ്ഞു. ചില സഖാക്കൾ ഇത്ര തിരക്ക് പിടിച്ച് കമ്മിറ്റി കൂടേണ്ടതുണ്ടോ, ഇങ്ങനൊരു താൽക്കാലിക സെക്രട്ടറി എടുക്കേണ്ടതുണ്ടോ എന്ന ആശങ്ക ചില സഖാക്കൾ അവിടെ പുറപ്പെടുവിച്ചു എന്ന് പത്രങ്ങളിലും ചാനലുകളിലും കാണാനിടയായതിനെ തുടർന്നാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇല്ലാതാകുമ്പോൾ അത് തിരഞ്ഞെടുക്കേണ്ട ബാധ്യത സംസ്ഥാന കമ്മിറ്റിക്കാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഉപരി കമ്മിറ്റിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവരൊരു നിർദ്ദേശം അവതരിപ്പിക്കാൻ എണ്ണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതൊന്നുമില്ലാതെ തിരക്ക് പിടിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നതായിരിക്കും ഒരുപക്ഷേ സഖാക്കൾ ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. ബിനോയ് വിശ്വം എംപിയുടെ പ്രതികരണം വരുന്നു. സംഘടനാ കാര്യങ്ങൾ എവിടെ പറയണം എന്നറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അനുഭവ സമ്പത്തുള്ളവരാണ് പാർട്ടി നേതാക്കളെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, കെ ഇസ്മയിൽ പറയുന്നത് തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ ഒരു ചുമതല നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബിനോയ് വിശ്വത്തോട് അദ്ദേഹത്തിന് എതിർപ്പില്ല, പക്ഷേ ഈ തിടുക്കത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഉന്മേഷ്, കാരണം അടിയന്തരമായി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിനെയാണ് കെ ഇസ്മയിൽ വിമർശിക്കുന്നത്. കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ സെക്രട്ടറി ആക്കി എന്നതാണ് ദേശീയ നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് മുതിർന്ന നേതാവ് കൂടിയായ കെ ഇസ്മയിൽ. മാത്രമല്ല, കാനം രാജേന്ദ്രൻ നൽകിയ കത്ത് തങ്ങളാരും കണ്ടിട്ടില്ല എന്നുള്ള പ്രതികരണം കൂടി അദ്ദേഹത്തിൻ്റെത് പുറത്തു വരുന്നുണ്ട്. ഭരണഘടന അനുസൃതമായാണ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്. താൽക്കാലിക സെക്രട്ടറിയുടെ ഒരു അടിയന്തര ആവശ്യം നിലവിൽ CPI-യിൽ ഉള്ളതായി അറിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അടിയന്തര ആവശ്യം ഇല്ല എന്നതാണ് പ്രധാനമായും കെ ഇസ്മയിൽ പറയുന്നത്. കാരണം ഈ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഒപ്പം ദേശീയ നേതൃത്വത്തോടെ ഉൾപ്പെടെയുള്ള കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. നിലവിൽ CPI-ക്ക് 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്. ഒപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തിടുക്കപ്പെട്ട ഈ തീരുമാനം വേണ്ട എന്നതായിരുന്നു ഇസ്മയിലിന്റെ പ്രതികരണം. എന്നാൽ ഈ ഇസ്മയിലിന്റെ പ്രതികരണത്തോട് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, ഇസ്മയിൽ അങ്ങനെ പറയുമെന്ന് താൻ കരുതുന്നില്ലെന്നും മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ കൃത്യമായ ഒരു സ്ഥലം ഉണ്ട്, അത് പാർട്ടിയിൽ വ്യക്തമാക്കാം എന്നുമുള്ള ഒരു നിലപാടാണ് ബിനോയ് വിശ്വവും സ്വീകരിക്കുന്നത്. ഉന്മേഷ്, ശരി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.